കർഷക സമരനായകൻ ബിജു കൃഷ്ണനെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി CPM പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. ദേശീയ തലത്തിൽ കർഷകരെ സംഘടിപ്പിച്ച് CPMന് പുതിയ ഉണർവ് നൽകിയത് ബിജു കൃഷ്ണനാണ്. ഇതാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിന് പ്രധാന കാരണം. കേരളത്തിലെ കർഷകരെ CPMുമായി അടുപ്പിക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടെ കേരള ഘടകവും അനുകൂല തീരുമാനം എടുത്തതായാണ് സൂചന. കാസർകോട്ടെ മതജാതി സമവാക്യങ്ങൾ അനുകൂലമാക്കാനും ബിജുവിലൂടെ കഴിയുമെന്നാണ് CPM വിലയിരുത്തൽ. മഹാരാഷ്ട്രയിലെ കർഷകർ ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു. വരൾച്ച കൊണ്ടുണ്ടായ വിളനാശത്തിലും മറ്റു കാരണങ്ങളാലും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ട അവസ്ഥയിലായി കർഷകർ. അധികാരത്തിലേറിയ BJP സർക്കാർ കർഷകർക്കായി കടാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ചുവെങ്കിലും ഇതുവരെ അതിന്റെ ഗുണം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷക മാർച്ച് സംഘടിപ്പിച്ചു. നാസിക്കിൽ നിന്നും തുടങ്ങി മുംബൈയിലേക്കുള്ള മാർച്ചിൽ ലക്ഷക്കണക്കിന് പേർ പങ്കാളികളായി. മോദി സർക്കാരിനെതിരായ പോരാട്ട പ്രഖ്യാപനമായിരുന്നു ഇത്. ഈ പ്രക്ഷോഭത്തിലെ അമരക്കാരനായിരുന്നു കരിവള്ളൂർ സ്വദേശി ബിജു കൃഷ്ണൻ. ഇങ്ങനെ ചോരത്തിളപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ദേശീയ തലത്തിൽ പെരുമയുണ്ടാക്കി നൽകിയ ബിജു കൃഷ്ണന് അർഹതയുടെ അംഗീകാരം നൽകാനാണ് CPM കേരള ഘടകത്തിന്റെ നീക്കം. ബിജുവിനെ കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ നേതൃത്വം തത്വത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. മുൻകാല കമ്മ്യൂണിസ്റ്റ് കർഷക സമരങ്ങളുടെ കേന്ദ്രമായിരുന്ന കരിവെള്ളൂരിനടുത്തെ ഓണക്കുന്ന് സ്വദേശിയാണ് അദ്ദേഹം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ പ്രദേശമാണിത്. കർഷക പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിക്കാനുള്ള CPM നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്. അടുത്തിടെ രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പ്രതിനിധികളായി 2 കർഷകർ ജയിച്ചിരുന്നു. രണ്ടിടത്ത് രണ്ടാമതെത്തി. പല മണ്ഡലങ്ങളിലും 10,000-ലേറെ വോട്ടുകൾ നേടി. ഇതെല്ലാം കർഷക മുന്നേറ്റങ്ങളുടെ ഫലമാണെന്ന് CPM കാണുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ബിജുവിന്റെ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കുന്നത്. ഇടതുമുന്നണിക്ക് താരതമ്യേന മുൻതൂക്കമുള്ള മണ്ഡലമാണ് കാസർഗോഡ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. ഉദുമയിൽ LDFും UDFും തുല്യശക്തിയാണ്. മഞ്ചേശ്വരത്ത് മുന്നണികളും BJPയും തുല്യം നിൽക്കുന്നു. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് UDFന് വ്യക്തമായ ആധിപത്യമുള്ളത്. കഴിഞ്ഞ തവണ CPMലെ P കരുണാകരൻ 6,921 വോട്ടിന് കഷ്ടിച്ചു കടന്നുകൂടുകയായിരുന്നു. ഇത്തവണ കരുണാകരൻ മത്സരത്തിനില്ല എന്ന നിലപാടിലാണ്. ഈ സാഹചര്യത്തിൽ ബിജുവിന് സാധ്യത ഏറെയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം BPP മുസ്തഫ തുടങ്ങിയ പേരുകളും പറഞ്ഞു കേൾക്കുന്നു. ഇതിൽ ഏറ്റവും മുൻഗണന ബിജു കൃഷ്ണന് തന്നെയാണ്. പിണറായി വിജയനും ബിജുവിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ബിജുവിനെ സജീവമാക്കുന്നതിന്റെ ഭാഗം കൂടിയാകും ഇത്. മാന്യമായി കോട്ടും സ്യൂട്ടുമിട്ട് സുഖമായി ജീവിക്കാവുന്ന ജോലി വലിച്ചെറിഞ്ഞ് കർഷക സമരങ്ങളുടെ അമരക്കാരനായി മാറിയ വ്യക്തിയാണ് ബിജു കൃഷ്ണൻ. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ നേതാവുമാണ്. SFIയുടെ പ്രസിഡന്റായിരുന്ന ബിജു കൃഷ്ണൻ JNUവിൽ വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ്. നവ ഉദാരീകരണ നയങ്ങൾ എങ്ങനെ കേരളത്തിലെയും ആന്ധ്രയിലെയും കർഷകരെ ബാധിച്ചു എന്ന വിഷയത്തിലായിരുന്നു ബിജു കൃഷ്ണന്റെ PhD ഗവേഷണം. ബംഗളൂരു സെന്റ് ജോസഫ്സ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം തലവനായിരുന്ന ബിജു കൃഷ്ണൻ ജോലി രാജിവെച്ചാണ് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്നത്. 2009 മുതൽ കർഷക സംഘ നേതൃസ്ഥാനത്തുള്ള ബിജു കൃഷ്ണൻ ഏറെ ചരിത്ര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കരിവെള്ളൂരിലാണ് ജനിച്ചത്. ദേശീയ തലത്തിൽ CPM സംഘടിപ്പിക്കുന്ന കർഷക പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് ബിജുവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് കുടുംബം തന്നെയാണ് ബിജുവിന്റേത്. EK നയനാർ ഉൾപ്പെടെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബിജു കൃഷ്ണന്റെ വീട്ടിൽ ഒളിവിൽ താമസിച്ചിരുന്നു. കുടുംബത്തിലെ പലരും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോ പ്രവർത്തകരോ ആയിരുന്നു. ജന്മിമാരുടെ അടിച്ചമർത്തലുകളെയും അതിനെതിരെയുള്ള പോരാട്ടങ്ങളെയും കുറിച്ചുള്ള കഥകൾ ചെറുപ്പത്തിൽ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. 1996 മുതൽ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും സജീവമായിരുന്നു. ഡൽഹിയിലെ പഠന കാലയളവിലാണ് SFIയിൽ ചേരുന്നത്. ഉനയിൽ 2016 ഓഗസ്റ്റ് 15 നടന്ന ചരിത്ര സമരത്തിലും ജിഗ്നേഷ് മേവാനിക്കൊപ്പം സമരക്കാരെ അഭിസംബോധന ചെയ്തും സംസാരിച്ചിരുന്നു. 2016 നവംബറിൽ തമിഴ്നാട് ബിരുദനഗറിൽ ആരംഭിച്ച കിസാൻ സഭയുടെ കിസാൻ സംഘർഷ് ജാഥയുടെ അമരത്തും ബിജു കൃഷ്ണൻ ഉണ്ടായിരുന്നു.